ഇപ്പം നമ്മൾ എവിടെ ചെന്നാലും ആരെങ്കിലും അറിയുന്നവർ കാണും. എവിടെ ഇന്ത്യയിൽ എവിടെ ചെന്നാലും കാണും ഒരാൾ കാണുക ഏത് സ്ഥലത്ത് ചെന്നാലും. അത് ഭയങ്കര ഒരു കാര്യമല്ലേ, നമ്മളെവിടെ ചെന്നാലും തിരിച്ചറിയാന്നുള്ളൊരു, നമ്മളവിടെ നമുക്കൊരു എന്തെങ്കിലും ഒരു അപകടം അല്ല എന്തെങ്കിലും നമുക്കൊരു ആവശ്യം വന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഒരാൾ കാണും ഇപ്പോൾ എവിടെ ചെന്നാലും. അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ. അപ്പം നമ്മളിങ്ങനെ ഒരു ഫീൽഡിൽ വന്നുകൊണ്ട് മാത്രമാണത്. പിന്നെ ഇപ്പം ഇത്രയാണല്ലോ. ഇപ്പോൾ ആദ്യം ചുമ്മാ കാശ്മീർ പോയി, അത് കഴിഞ്ഞ് വന്ന് ബോംബെ പോയി, ഇതൊക്കെ കഴിഞ്ഞും ഇങ്ങനെ പോകാൻ പറ്റുന്നത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരുണ്ടല്ലോ, അവരുടെ ഒരു സപ്പോർട്ട് ഭയങ്കര, അത് പറയാതിരിക്കാൻ പറ്റില്ല. അവര് നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും നമുക്ക് യാത്ര ചെയ്യാനൊരു എനർജി. അത് ഞാൻ ആദ്യം തൊട്ടേ വീട്ടിലെ പിള്ളേരുടെ കാര്യങ്ങളും അങ്ങനെയുള്ള വീട്ടിലെ കാര്യങ്ങളെല്ലാം ജലജ തന്നെയാണ് നോക്കുന്നത്. പിന്നെ വണ്ടിയെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ അതും അങ്ങനെ തന്നെ. ഇപ്പോൾ സൂര്യ ഉണ്ടല്ലോ, അനിയനും വൈഫും പിള്ളേരും ഉണ്ടല്ലോ, അവർ നോക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല. ഇപ്പം ബാക്കിയുള്ളവരാണെങ്കിലും ഇപ്പം അനിയൻ്റെ വൈഫും ഡ്രൈവിംഗ് മേടിച്ച് വണ്ടിയിലൊക്കെ വരുന്നുണ്ടല്ലോ, അതൊന്നും കുഴപ്പമില്ല. ഉള്ള കാര്യം എല്ലാവരും കൂടെ ഒക്കെ ചെയ്യും. അല്ലാതെ അങ്ങനെ ഒരു വേർതിരിവ് അങ്ങനെയുള്ള ഒരു വ്യത്യാസമൊന്നും തോന്നില്ല. നിങ്ങൾ പോകുന്ന സമയത്ത് കുക്ക് ചെയ്യുന്നത് വണ്ടിയിൽ തന്നെ കുക്ക് ചെയ്യും അധികം സമയത്തും. അത് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഡ്രൈവിംഗ് പോലെ തന്നെ കുക്കിംഗ്. ഇപ്പം രാജേഷ് ഞങ്ങൾ അനിയനും ആയിട്ട് കഴിഞ്ഞ ട്രിപ്പൊക്കെ പോയി, അവൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനിടയ്ക്ക് ചെന്ന് എന്തെങ്കിലും ചെയ്താലേ സമാധാനമുള്ളൂ. ഇവിടുന്ന് ചെല്ലുമ്പോഴേ ഞാൻ പറയും, ഞാനാ ഈ ട്രിപ്പ് കുക്കിങ്, ഇങ്ങോട്ടൊന്നും വരണ്ട, ഇത് ഉണ്ടാക്കി അങ്ങ് തരും, കഴിച്ചാൽ മതി എന്ന് പറയും. എന്നാലും അവിടെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ പതുക്കെ ചെന്നടുത്ത് ചെന്ന് അത് വേണം ഇത് വേണം, അടുക്കള കാണുമ്പോൾ അവിടെ കയറാതിരിക്കാൻ തോന്നുന്നു. അതാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ കുറെ ലോങ് പോകാനുണ്ടാവും, നൈറ്റ് സമയത്ത് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് പറഞ്ഞാൽ നമുക്ക് മീൻസ് ആണുങ്ങൾക്ക് തന്നെ ആണെങ്കിൽ ഒരു പേടിയൊക്കെ ഉണ്ടാവും. ഒരു നൈറ്റ് ആവുന്ന സമയത്തോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും പോകുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പേടിയൊന്നുമില്ല. പേടിയെന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എവിടെ ചെന്നാലും. ഇപ്പൊ രാത്രിയാണെന്നോ പകലെന്നോ അങ്ങനെയുള്ള ഒരു വിഷയമില്ല. അത് ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉറങ്ങിപ്പോയി പരിചയമുണ്ട്. ഒത്തിരി വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ ചെന്നാലും ഒരു അപരിചിതത്വം ഇല്ല നമുക്ക്. അങ്ങനെ പേടിയില്ല. രാത്രിയെന്നോ അങ്ങനൊന്നും ഒരു അല്ല. ഞാനും ചേട്ടായും മക്കള് രണ്ടുപേരും കൂടെ ലഡാക്ക് ട്രിപ്പ് പോയിരുന്നു ഇവിടുന്ന് കാരണം. അപ്പൊ എല്ലാരും ചോദിച്ചു അതിലേക്ക് പോകാൻ ഈ 3 പെണ്ണുങ്ങളെയും കൊണ്ട് പോകാൻ ചേട്ടായി. രാത്രിയും പോലും ഓടിച്ചാൽ പോയി. വെളുപ്പിനെയൊക്കെ ഉറക്കം വരികയാണെങ്കിൽ വണ്ടി ഏതായാലും പമ്പ് കയറ്റി നിർത്തിയിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങും. അത് കഴിഞ്ഞ് രാവിലെ എടുത്തു പോകും. അങ്ങനെ തന്നെയൊക്കെയാണ് പോയത്. ഇടയ്ക്ക് സ്റ്റേ ചെയ്ത വളരെ ചുരുക്കം സമയങ്ങളിലേ ഉള്ളൂ. പിള്ളേർക്കും അങ്ങനെ പേടിയൊന്നുമില്ല. രാത്രിക്ക് ഒറ്റയ്ക്ക് പോകുന്നില്ലേ. അവർ രണ്ടുമൊക്കെ കാറും കൊണ്ട് രാത്രിയിലൊക്കെ കാറും കൊണ്ട് എവിടെ വേണമല്ലോ. രാത്രി 1 മണിയോ 2 മണിയോ ആയാലും അവർക്ക് പ്രശ്നമില്ല, പേടിയൊന്നും. അപ്പോൾ കുറേ യാത്ര ചെയ്തിട്ടുണ്ട് നിങ്ങൾ, ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ട്, കുറേ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഓർത്തിരിക്കുന്ന ഏതെങ്കിലും യാത്രയുണ്ടോ? ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഏതെങ്കിലും യാത്ര? അല്ല, എല്ലാ യാത്രയും മറക്കാൻ പറ്റാത്ത യാത്ര. അതെ, എല്ലാം നല്ല യാത്ര തന്നെയാണ്. അതിനകത്ത് പിന്നെ കൂടുതലും ഇച്ചിരി നല്ലതെന്ന് പറഞ്ഞാൽ ചിലപ്പം ജലതയ്ക്ക് ഇഷ്ടപ്പെട്ട ചിലപ്പം കാശ്മീരും ലഡാക്കും ആയിരിക്കും. അതെ.